2 ദിവസം മുമ്പ് ഇവിടെ ഇതേ ഓഡിറ്റോറിയത്തിൽ MT അബൂബക്കർ ദാരിമി എന്ന് പറയുന്ന വ്യക്തി, അയാള് സംഘടനയുടെ ഔദ്യോഗിക ലേബിളൊന്നല്ല, മൂപ്പര് ഈ ദർസിൽ കുട്ടികൾ സമാജം ഉണ്ടല്ലോ, സാധാരണ കുട്ടികൾ പ്രസംഗിച്ചു പഠിക്കാനാണ് സമാജം ഉപയോഗപ്പെടുത്തത്. ഇതിപ്പോ ഉസ്താദുമാരും പ്രസംഗിച്ചു പഠിക്കാപ്പോ സമാജം തന്നെ അല്ല, കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, അതിലൊക്കെ നല്ലതൊക്കെ തന്നെ. പക്ഷെ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ആ സമാജത്തിന്റെ പേരിൽ ഒരു പരിപാടി ഇവിടെ വെച്ചു. ആ വെച്ച പരിപാടിയിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ ഈ വാദത്തെ പിന്തുണച്ചുകൊണ്ടുള്ള സംസാരം, അയാളുടെ വാദത്തെ അയാള് വാദിച്ച് അതിനെ ഇവിടെ അഹ്ലുസുന്നയുടെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മശായിഖന്മാരുടെ മക്കൾ കൃത്യമായി പൊളിച്ച് കയ്യിൽ കൊടുത്തതാ. അപ്പൊ പിന്നെ അയാള് വാദിച്ച ആ വാദത്തെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ ദാരിമി അബൂബക്കർ MT അബൂബക്കർ ദാരിമി രംഗത്ത് വന്നു. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ ആര് നോക്കേണ്ട ആവശ്യമില്ല, നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ആ വാദം അബദ്ധമാണ്. എങ്ങനെ ഒരു സുന്നിക്ക് പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ആ സുന്നി എങ്ങനെ മങ്കൂസ് മൗലൂദ് ഓതല്? മങ്കൂസ് മൗലൂദിന്റെ 5ാമത്തെ ഹിക്കായത്ത് ഖാല അലി ഇബ്നു സൈദ് റഹ്മഹുല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഹിക്കായത്തിൽ കാന ഇലാ ജാനിബി റജുലുൻ ദിമ്മിയ്, ഒരു ദിമ്മിയായ അമുസ്ലിമായ മനുഷ്യനാണ് ഹബീബരായ തങ്ങളെ സ്വപ്നം കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത്. മുസ്ലിം പോലും അല്ല, സഹാബി പോയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുഴുവൻ വിശേഷണങ്ങളും പഠിച്ച് മനസ്സിലാക്കിയ ഒരു പണ്ഡിതൻ പോയിട്ട് ഒരു മുസ്ലിം പോലും അല്ല. ഈ മങ്കൂസ് മൗലൂദ് അല്ലേ ദാരിമി നമ്മൾ ചെല്ലാറുള്ളത്? പിന്നെ എങ്ങനെ നിങ്ങൾ ഈ അബദ്ധം വിളിച്ചു കൂവല്? അതുകൊണ്ട് പേരോട് പറഞ്ഞ വാദത്തെ പിന്തുണച്ച് കടന്നു വന്ന MT അബൂബക്കർ ദാരിമി പറഞ്ഞതും തനിച്ച വഹാബിസമാണ്. ഒരു കുഴപ്പമില്ല, നമ്മക്ക് നിലപാട് പറയലേല് നമ്മക്ക് ഇവിടെ ആരെ പേടിക്കാൻ? അത് തനിച്ച വഹാബി ആശയമാണ്. അത് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണോ, അബദ്ധം കൊണ്ട് സംഭവിച്ചതാണോ എങ്കിൽ നിങ്ങളത് തിരുത്തണം. അത് തിരുത്തണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വാശിയൊന്നുമില്ല. നമുക്ക് നല്ല രൂപത്തിൽ ഒരു വൈജ്ഞാനികമായ ചർച്ചയാകാം. ഇവിടെ സാവിയത്തു സൂഫിയുടെ ആഭിമുഖ്യത്തിൽ ഈ സംഘം, ഞങ്ങളുടെ പരിപാടികൾ ഏകദേശ ദിവസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ പറയുന്നു. ഞങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് ഒരുക്കമാണ്. അബദ്ധം സംഭവിച്ചതാണോ, നിങ്ങൾക്കതിൽ നിന്ന് പിന്മാറാം. അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണോ, നിങ്ങൾക്ക് തിരുത്താം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി ഒരു തുറന്ന ചർച്ച വേണോ, ഒരു സംവാദം വേണോ? ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ റെഡിയാണ്. ഇത് നമ്മളെ മറ്റാള് പറഞ്ഞ റെഡിയല്ല. നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞല്ലോ, അത് ആൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള വാക്കാ. അത് ഈ വാളക്കുളത്തിനെ പോലെയുള്ള നപുംസകന്മാര് ആ വാക്ക് പ്രയോഗിക്കരുത്. ആ വാക്കിനൊരു മോശം, അത് മാനാട്ടത്തിന് കേസ് കൊടുക്കും ഞങ്ങൾ എനിക്കെതിരെ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഞങ്ങൾ റെഡി. ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ രൂപത്തിലോ ഹബീബരായ തങ്ങളാണെന്ന് പറഞ്ഞോ, റസൂലുള്ളാഹി തങ്ങളാണെന്ന് ധ്വനിപ്പിച്ചോ തോന്നിപ്പിച്ചോ ഒരു നിലക്കും പിശാചിന് വരാൻ ഒരു സാധ്യതയും ഇല്ല, ഒരവസരവും ഇല്ല എന്നത് തെളിയിക്കാൻ ഞങ്ങൾ ഒരുക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചർച്ച ആവാം. അല്ല, ഈ വാദം പേരോടിനെ പോലെ വീണ്ടും ന്യായീകരിച്ച് ഈ പിഴച്ച വാദം സുല്ലമി വാദിച്ചതുപോലെ, പേരോട് വാദിച്ചതുപോലെ വീണ്ടും വാദിച്ച് രംഗം വഷളാക്കാനാണ് തീരുമാനമെങ്കിൽ ശക്തമായി ഞങ്ങൾ ഇടപെടും. ഒരു ദയാദാക്ഷിണ്യം മാണിക്കക്കല്ലേ ഞങ്ങളെ ഭാഗത്ത് പ്രതീക്ഷിക്കണ്ട. ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല, ശക്തായിരിക്കും. നോക്കുക, നമുക്ക് കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. നമ്മക്കതിൽ ഒരാളോട് വ്യക്തിവിരോധമല്ല, പേരോട് പൈന്ന് മടങ്ങിയ നമുക്കിപ്പോ എന്താ സന്തോഷമല്ലേ ഉള്ളൂ? റസൂലുള്ളാഹിക്ക് നേലുണ്ട് എന്നുള്ള വാദത്തിന് അയാൾ പിന്തിരിഞ്ഞാൽ, റസൂലുള്ളാഹിയുടെ കോലത്തിൽ പിശാച് വരും എന്നുള്ള വാദത്തിന് പിന്തിരിഞ്ഞ നമുക്കതിൽ സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ ദാരിമിക്ക് അറിയാലോ, അല്ല ഈ രൂപത്തിൽ വക്രീകരിച്ചു മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഓർക്കുന്നില്ലേ പയ്യോളിയിലെ കോക്കാമ്പൂച്ച? ഓർക്കുന്നില്ലേ? മുബത്തദീങ്ങളുടെ മേലുള്ള മയ്യത്ത് സ്കാരവുമായിട്ട് ബന്ധപ്പെട്ട അന്ന് നമ്മൾ അവിടുന്ന് മയ്യത്ത് കബറടക്കിയിട്ട് 3 പിരി മണ്ണും വാരിട്ടിട്ട് പിരിഞ്ഞതാ ദാരിമി. നമ്മള് ഓർക്കുന്നുണ്ടല്ലോ.
അപ്പൊ ആ കോക്കാമ്പൂച്ച ശംസുലമ കൊടുത്ത ഫത്വ കോക്കാമ്പൂച്ച എന്ന് പറഞ്ഞല്ലോ. കോക്കാമ്പൂച്ച ലഫ്ളിൽ തെറ്റിയെങ്കിൽ പ്രശ്നമല്ല, എന്താ ഞങ്ങൾ കൂട്ടിക്കോളെ ഒരു പൂച്ച. അപ്പൊ ആ പൂച്ച ഓർമ്മ ഉണ്ടല്ലോ, അതിനൊന്നും നിൽക്കണ്ട, മാന്യമായിട്ടാകാം എന്നോർമ്മപ്പെടുത്തി. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദുമാർ വ്യക്തമായി പറയും. കൂട്ടത്തിൽ നിന്ന് കീശേരിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു കാര്യമുണ്ട്, നമ്മൾ കീശേരിയിൽ വന്നിരുന്നല്ലോ കഴിഞ്ഞ ശനിയാഴ്ച. ശനിയാഴ്ച അല്ലേ നമ്മൾ വന്ന്? അതെ, കഴിഞ്ഞ ശനിയാഴ്ച നമ്മളിവിടെ വന്നിരുന്നു. ഇന്നിപ്പോ 31-ാം തീയതി, അന്ന് വെള്ളിയാഴ്ച, നാളൊക്കെ ഒരാഴ്ച പൂർത്തിയാകുക. അന്ന് നമ്മൾ കീഴ്ശേരി അങ്ങാടിയിൽ വെച്ചിട്ട് വെല്ലുവിളി നടത്തിയിരുന്നു. ഇതിപ്പോ ഇവിടെ വെച്ചിട്ടാണ് MT ദാരിമി പ്രസംഗിച്ച. അപ്പൊ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ മറുപടിയും പറയാം. അത് പ്രസംഗിച്ചത് മറ്റേ മുട്ടിപ്പടി സ്ഥാപനത്തിലാണെങ്കിലും അതിന്റെ ക്ലിപ്പൊക്കെ എല്ലായിടത്തും വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച് എന്നിട്ട് ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തിയിട്ടാണ് മുട്ടിപ്പടിയിലെ മുദരീസ് നമ്മളാ ഷിയാപ്പേച്ചി ഉണ്ടല്ലോ, നുണൈമാം ഫൈസി, അയാള് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്താണ്? ബഹുമാനപ്പെട്ട നമ്മുടെ വന്യരായ ശൈഖുനയുടെ ഈ സംഘത്തെക്കുറിച്ച് കുരുവട്ടൂർ തരീഖത്ത് എന്നാണ് അയാളെ ശിഷ്യൻ ചോദിച്ച ചോദ്യം. മഅദിനിലെ മുത്തഅല്ലിം അതിനെപ്പറ്റി എന്താ പറയുള്ളത്? അപ്പൊ അയാൾ പറയണ മറുപടി, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും ശരിയല്ല എന്നൊക്കറിയാം. എങ്ങനെ വെളിയേറിയത്? നിങ്ങൾ അതിനെപ്പറ്റി ഒരു ചുക്കും പഠിച്ചിട്ടില്ല, എന്നിട്ട് പിന്നെ എങ്ങനെ ശരിയല്ലാന്ന്? എന്നിട്ട് ഉപ്പര് പറയാണ്, അതിന് പ്രധാനമായിട്ട് തെളിവ് പറഞ്ഞതാണ്. എൻ്റെ നാടിൻ്റെ അടുത്ത്, എൻ്റെ വീടിൻ്റെ അടുത്ത് 1 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് മൗലിദ് നടക്കലുണ്ട്. ആ അധികവും വെള്ളിയാഴ്ച നടക്കല്. ആ മൗലിദ് രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് 2 മണി വരെ നീണ്ടു നിൽക്കുന്ന മൗലൂദ. അവര് ജുമഅക്ക് പങ്കെടുക്കാറില്ല. അപ്പൊ ആ മൗലിദിൽ, ഇനി കേട്ടോളൂ, ആ മൗലിദിൽ പണ്ടൊക്കെ വാദപ്രതിവാദത്തിന് പോയിരുന്ന ആ ആളും ഇവരിങ്ങനെ കുലുങ്ങി ചിരിച്ച് ആടി ഉഷാറായിട്ട് ഇങ്ങനെ ഉഷാറാക്കി പറയാ. എന്താ പറയുന്നത്? പണ്ട് വാദപ്രതിവാദത്തിന് പോയിരുന്ന ആ ആളും ആര്? ഹസനി ഉസ്താദിനെ സൂചിപ്പിച്ചിട്ടാ. പിന്നെ ശൈഖുനാടെ അളിയൻ അൻവരി ഉസ്താദിനെ സൂചിപ്പിച്ചിട്ടാ മൂപ്പര് പോണത്. ആര്? ശൈഖുനാനെ മൂപ്പര് പ്രയോഗം നടത്തിയിട്ട് പറയേണ്ട എന്തെന്ന്? അവര് പോണത് നമ്മക്കറിയൂല. അതെന്തേ അങ്ങനെ പറയേണ്ടി വന്നത്? ഞങ്ങൾ പുളിക്കെന്ന് പറഞ്ഞു. അത് വലിയ മൂപ്പരിക്ക് ഞങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്കും ബോധ്യമുണ്ട്. അപ്പൊ പിന്നെ അവമൽക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ എവിടക്കാ വരുന്നത്? ആ ശൈഖുന പറഞ്ഞു തരുന്ന, മശായിഖന്മാര് പറഞ്ഞു തരുന്ന ഹക്കായ ദീൻ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഹസനി ഉസ്താദിനെയും അൻവരി ഉസ്താദിനെയും സൂചിപ്പിച്ചിട്ടാ. അപ്പൊ അവര് രണ്ടാളും അവിടെ പോണത് എനിക്കറിയാം. അപ്പൊ അത് ഖൈറിന്റെ അഹ്ലുകാരല്ല എന്നുള്ളതിന് അതന്നല്ലേ തെളിവ് എന്ന് മഅദിനിൽ വെച്ച് പ്രസംഗിച്ചു. ആ ക്ലിപ്പുകൾ നിങ്ങളെ ഗ്രൂപ്പുകളിൽ മുഴുവനും നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. നിങ്ങൾ ആർമാദിച്ചു, നിങ്ങൾ ആഘോഷിച്ചു. എവിടക്കൊക്കെ നിങ്ങൾ വിട്ടുകൊടുക്കാൻ സ്ഥലം ബാക്കിയില്ലല്ലോ, എല്ലായിടത്തേക്കും വിട്ടുകൊടുത്തു. ജുമാ നിസ്കരിക്കാത്ത ടീമാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കീശേരിയിൽ വന്ന് പൊതുജന മധ്യത്തിൽ ജനകീയ കോടതിയിൽ ഞങ്ങൾ ജനകീയ വിചാരണക്ക് വിധേയമാക്കി. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ ഈ കീശേരിയിൽ അത് മുഴങ്ങി നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ലല്ലോ നിങ്ങൾക്ക്. നാട്ടുകാര് ചോദിക്കല്ലേ, എന്തിനാ നിങ്ങൾ ഞങ്ങളെ നാടിനെ ഇങ്ങനെ പറയിപ്പിച്ച്? ആ ഉസ്താദ്മാര് വന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ, കീശേരിക്കാരനായ നുണൈമാം ഫൈസി എന്നാ പറഞ്ഞത്, ഷിയാപ്പേച്ചി എന്നാ പറഞ്ഞത്. ഞങ്ങളെ നാടിനെ പറയിപ്പിച്ചില്ലേന്ന്. എന്താ ചെയ്യ നാട്ടുകാരെ? ഇങ്ങനത്തെ ഈ ആദി സാധനങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ നാടിന്റെ പേരും നാശാവൂലേ? ഞാൻ ചോദിക്കുന്നു, ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ കളവ് ഞങ്ങളെ ഹസനി ഉസ്താദും അൻവരി ഉസ്താദും വെള്ളിയാഴ്ച ജുമഅക്ക് പോകാതെ ജുമഅ നഷ്ടപ്പെടുത്തിയിട്ട് രാവിലെ 10 മണി മുതൽ ഉച്ചക്ക് 2 മണി വരെ നീണ്ടു നിൽക്കുന്ന ആ മൗലിദിൽ പങ്കെടുത്തു എന്ന് പരസ്യമായി പറഞ്ഞ മുട്ടിപ്പടിയിലെ മഅദിനിലെ മുദർരിസായ ഈ കീശേരി നാട്ടുകാരനായ സുലൈമാൻ ഫൈസി ആണായി പിറന്നവനാണെങ്കിൽ, അന്തസ്സും അഭിമാനവുമുള്ള തറവാട്ടിൽ ജനിച്ചവനാണെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരൂ. വിടൂലേ ഞങ്ങള്? മറുപടി കിട്ടണം. അതിങ്ങോട്ട് ചോദ്യം ഇങ്ങോട്ട് മുറുകിയപ്പോ ഉടനെ അതാ കുറെ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങി.
തൊട്ടപ്പുറത്തുനിന്ന് കൊണ്ടോട്ടിക്കടുത്ത കൊട്ടുക്കരയിൽ നിന്ന് ഒരു മജീദ് കുട്ടൻ രംഗത്തിറങ്ങി. അനിയൻകുട്ടൻ ഏട്ടൻകുട്ടനെ കാണാനല്ലോ ഇപ്പോ. മുപ്പരങ്ങനെ മക്കത്ത് പോയിട്ട് വിശദീകരിച്ചണ്ട് പോയതാ. മുപ്പര മാസിവൽബാരിയും പണ്ട് കുടുങ്ങി. അത് പേരോട് തട്ടി ഇനി എന്നെ വേണ്ട നമുക്ക് കയറുന്നു. മുപ്പര തലാക്കല്ലേ മാറ്റി നിർത്തിക്കപ്പോ. ഇനി എന്താ അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് വേറെ ആൾക്ക് കൂട്ടി കൊടുത്തതിന്റെ ശേഷം കണ്ട് തിരിച്ചുകൊണ്ടിരുന്നു പറയാൻ പറ്റൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ഈ അനിയൻകുട്ടി അതുപോലെ തന്നെ നമ്മളെ വാളക്കുളം, നമ്മളെ കുളത്തിലിറങ്ങിയ ആശാണ്ടല്ലോ വാളക്കുളം, ഇവന്മാരൊരു ഭാഗത്ത് നിങ്ങണ്ട് ഇറങ്ങി. എന്നിട്ടൊരു പുതിയ ഇവരൊക്കെ കൂടിയിട്ട് ഒരു പുതിയ ഫത്വ. എന്താ? അൻവരി ഉസ്താദ് അവിടെ ജുമാക്ക് പോയി എന്ന് മാത്രല്ല, അൻവരി ഉസ്താദ് ജുമാക്ക് അല്ല അവിടെ മൗലിദിന് ജുമാ നഷ്ടപ്പെടുത്തിയിട്ട് മൗലിദിന് പോയി എന്ന് മാത്രല്ല, അങ്ങനെ മൗലിദ് കഴിഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നാട്ടുകാര് അൻവരി ഉസ്താദ് സഞ്ചരിക്കുന്ന വാഹനം തടഞ്ഞു വെച്ചു, ഗ്ലാസ് താഴ്ത്തി, അൻവരി ഉസ്താദിന്റെ തലപ്പ വഴിച്ചു, മാപ്പ് പറയിപ്പിച്ചു. അതിന് സാക്ഷികളുണ്ട്, ഞങ്ങൾ കൊണ്ടുവരും. ബാല്യപടായി അതാ പറഞ്ഞത്. സംഭവം തള്ളലൊക്കെ നല്ലതാ, പക്ഷെ തള്ളുമ്പോ ജനങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നല്ലേ തള്ളാവൂ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ടപ്പോൾ എനിക്ക് അയിലയെ കിട്ടി. കാരണം ഉറപ്പല്ലേ, കുളത്തിൽ നിന്ന് അയിലനെ കിട്ടില്ല എന്ന് ഉറപ്പല്ലേ. അപ്പൊ ഇപ്പുറത്ത് മജീദും അതുപോലെ തന്നെ വാളക്കുളൊക്കെ കൂടിയിട്ട് മുത്തഫഖുൻ അലൈഹി ആയിട്ട് വന്നിട്ട് പറയാണ്, എന്റെ വീട്ടിന്റെ മുറ്റത്തു നിന്നുള്ള കിണറ്റിൽ നിന്ന് ഞാൻ ചൂണ്ടയിട്ടപ്പോൾ പൊരിച്ചയിലയെ കിട്ടി. കടണം പൊട്ടിക്കണ്ടേ, പെരുന്നോണല്ലേ. അപ്പോ പുതിയ നുണയുമായി കടന്നു വന്നു അൻവരി ഉസ്താദിനെതിരെ. നേരിട്ട് അൻവരി ഉസ്താദ് അങ്ങോട്ട് വിളിച്ചു, ഫോണിലൂടെ വിളിച്ചു. ഈ കുറച്ച് ദിവസമായാലും അങ്ങനെ കിടന്ന് വളയാണ്. ആയതുകൊണ്ട് അങ്ങനെ ഞാൻ അൻവരി ഉസ്താദ് ചോദിക്കണം എന്തെന്ന്, അങ്ങനെ ചെയ്തു എന്ന് എന്റെ മുമ്പിൽ വന്ന് പറയാൻ പറ്റിയ, നുണ പറയാൻ പറ്റിയ അത്ര വലിയ ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കാണണം, അവരെ കൂട്ടിയിട്ട് വായോട്ടോ വരാട്ടോ എന്നും പറഞ്ഞിട്ട് ഒരു ഫോണ് വെച്ചതാ. ആ സംസാരം തന്നെ കേട്ടില്ലേങ്ങള്, വലിയൊരു സുഖല്ല. വയനാട്ടിൽ പോയ മാതിരി നെല്ലിക്കുത്സവ പറയലുണ്ടല്ലോ, എവിടുക്കാ? വയനാട്ടിലേക്കാ. പറയുമ്പോ ഭയങ്കര ഊക്കായിരുന്നു. അൻവരി ഉസ്താദിന്റെ ഫോൺ അണ്ടി എന്ന് നോക്കുമ്പോ വയനാട്ടിൽ നിന്നാണ്. ഒരു സുഖല്ലായിക, ഒരു ഇടങ്ങറ്, ഒരു വിഷമം, ഒരു വൈക്ലഭ്യം, ഒരു വൈമനസ്യം, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. എന്നിട്ട് പറഞ്ഞ എന്താ, നമ്മള് കാത്തിരിക്കല്ലേ, ഏതായാലും ഏറും മോറും ഒക്കെ എന്ന് പറഞ്ഞ മാതിരി കീശേരിക്ക് തന്നെ വന്നോട്ടെ. നമ്മളിപ്പോ ഇന്ന് കീശേരിയിലുണ്ടല്ലോ, ഇവരൊക്കെ അറിയും ചെയ്തിട്ടുണ്ടോ? ഓനെന്നെ പറയണ്ട് നമ്മളിന്ന് കീശേരിയിലുണ്ട്. കൊണ്ടുവരും ആളുകളെ. അപ്പൊ നോക്കുമ്പോ അപ്പൊ പറയണ്, അത് ഞങ്ങള് സാക്ഷികളെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ തന്നെ ഞങ്ങള് പറഞ്ഞില്ലേ കള്ളസാക്ഷികളാണെന്ന്. അത് പിന്നെ പറയാതിരിക്കോ? കാരണം എന്താ, അൻവരി ഉസ്താദ് ചെയ്തു എന്നാണ് അൻവരി ഉസ്താദിനെ പറ്റി പറഞ്ഞത്. അൻവരി ഉസ്താദിന്റെ ജീവിതത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാവാത്ത വിഷയത്തിന് സാക്ഷികളെ കൊണ്ടുവരും എന്നറിയുമ്പോ പിന്നെ ആ സാക്ഷി സത്യസാക്ഷിയാണോ കള്ളസാക്ഷിയാണോ? ഏത് അടുപ്പിനെ കഴിച്ച് നീച്ചു വരുന്നേ? അതുകൊണ്ടാ പറഞ്ഞ അങ്ങനത്തെ ഒരു കള്ളസാക്ഷി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മുമ്പിലേക്ക് വരട്ടെ, മുന്നിൽ വന്നൊന്ന് പറയട്ടെ. പറയണ് അവരെ അങ്ങക്ക് കിട്ടൂല. കാരണം എന്താ, ഇത് ബടായി പൊട്ടിച്ചോക്കിയതാ. അങ്ങനെ അള്ളാടെ ദുനിയാവില് ആകാശമാകുന്ന മേൽക്കൂരക്ക് താഴെ ഭൂമിയാകുന്ന ഭവനത്തിൽ അങ്ങനെ പറഞ്ഞ വിഷയത്തിന് തെളിവായി സാക്ഷികളെ ഹാജരാക്കാൻ ഒരു സാക്ഷി നിങ്ങളെ കയ്യിൽ ഇല്ല എന്നത് ഉറപ്പല്ലേ. പക്ഷെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എടോ, നിങ്ങൾ തലകെട്ട് കെട്ടിയിട്ട് പേരിന്റെ പുറയിൽ സഖാഫിയും അഹ്സനിയും ഒക്കെ വെച്ചിട്ട് മറ്റുള്ള ആ അഹ്സനിമാരി സഖാഫികളൊക്കെ പറയിപ്പിക്കാൻ ഉളുപ്പില്ലാതെ ഇറങ്ങിത്തിരിച്ച ഇത്രയും നാണം കെട്ട ഈ വൃത്തികെട്ട ശൈലിയിൽ പച്ചപ്പൊള്ളു മാത്രം പറയാൻ വിധിക്കപ്പെട്ട വർഗമേ, അതാ ഞങ്ങളോട് ചോദിച്ചത്. ആ തലേ കെട്ടൂരിട്ട് തളപ്പ് കെട്ടിയിട്ട് തെങ്ങുമ്പോ കേറലടാ അങ്ങക്ക് നല്ലത് അല്ലേ? ആ തലേകെട്ട് ഇങ്ങക്ക് യോജിച്ചതാ. ആയതുകൊണ്ട് ഇവിടെ സാക്ഷികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ മജീദ് കൊട്ടുക്കരക്കാരൻ, അതുപോലെ തന്നെ അതിന് പിന്തുണ പ്രഖ്യാപിച്ച വാളക്കുളത്തുകാരൻ, അതിന് സോഷ്യൽ മീഡിയകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ റാമൂളികളുണ്ടോ, സൈബർ ഗുണ്ടകളുണ്ടോ,
എന്തെങ്ങളെ തൊണ്ടയിൽ ഉണ്ടയാണോ? ആൺകുട്ടികളുണ്ടോ? ഞങ്ങൾ ഇവിടെ രാത്രി 10 മണി വരെ ഇവിടെയുണ്ട്, ഈ ഓഡിറ്റോറിയത്തിലുണ്ട്, കീശേരിയിലുണ്ട്. ഞങ്ങൾ അഹ്സനി ഉസ്താദിനെതിരെ, അൻവരി ഉസ്താദിനെതിരെ നിങ്ങൾ ആരോപിച്ച ആരോപണം തെളിയിക്കണം. അൻവരി ഉസ്താദിന്റെ തലപ്പാവ് വലിച്ചൂരിയെന്നും മാപ്പ് പറയിപ്പിച്ചു എന്നും അതിന് സാക്ഷികളായ സാക്ഷികളുണ്ട് എന്നും പറഞ്ഞ ആ സാക്ഷികളെ കൊണ്ടുവരാൻ ആണായി പിറന്നവരാണെങ്കിൽ, തറവാട്ടിൽ പിറന്നവരാണെങ്കിൽ, ആരാണടാ നിന്റെ പിതാവെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവിന് ജനിച്ച ആണായി പിറന്നവരാണെങ്കിൽ 10 മണി വരെ ഞങ്ങൾ ഇവിടെയുണ്ട്, കൊണ്ടുവരൂ. നിങ്ങൾ ഇതങ്ങനെ വിടൂല. നിങ്ങളെ ഈ കള്ളത്തരം പറയൽ ഞങ്ങൾ അവസാനിപ്പിച്ചേരാ. നിങ്ങൾക്ക് ഇങ്ങനെ എന്തു തോന്നിവാസം പറയാം അല്ലേ? ശൈഖുനാക്കെതിരെ പേരോട്ടുകാരൻ വലിയ പടി പൊട്ടിച്ചു. അന്ന് ഞങ്ങൾ കുറ്റ്യാടി പോയിട്ട് ചോദിച്ചു. ഇപ്പൊ ഇവിടെ നുണൈമാം ഫൈസി വന്നിട്ട് വിളമ്പി, കീശേരിയിൽ വന്നിട്ട് ഞങ്ങൾ ചോദിച്ചു. അതിന് ഉപ്പും ചോറും കൊടുക്കണം മുട്ടിപ്പടി തങ്ങളെ. നിങ്ങൾ ഇയാളെ പോറ്റി വളർത്തുമ്പോൾ നിങ്ങൾ നോക്കണ്ടേ? നിങ്ങളെ സ്വന്തം പ്രിയപ്പെട്ട വെല്ലിപ്പാനെ കുറിച്ചിട്ട് അത് അവനെ ബെയ്ത്തിനെ സംബന്ധിച്ച് ഷിയാക്കളെ ബെയ്ത്താണ് എന്നും മഹാനായ ഹുസൈനാരി തങ്ങൾ ആത്മഹത്യാപരമായ സമീപനം സ്വീകരിച്ചെന്നും പച്ചക്ക് പറഞ്ഞാളെ എന്തിനാ നിങ്ങൾ പാലും തേനും കൊടുത്ത് മടിയിലിരുത്തി മുത്തം വെച്ച് ഇങ്ങനെ കൊണ്ടടക്കുന്നത്? അതാ ഞങ്ങൾ ചോദിച്ചത്. ഷിയാ പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ടോ? അത് ചോദിച്ചപ്പോ നിങ്ങൾക്ക് വേദനിച്ചോ? ദഹനക്കുറവുണ്ടായോ? ഒരൗൺസ് കൊടജാരിഷ്ടം കിട്ടും. ഏതെങ്കിലും ആര്യവൈദ്യശാല പൂട്ടാത്തുണ്ടെങ്കിൽ പോയിട്ട് കുടിച്ചോളെ, ഇല്ലെങ്കിൽ അവനെ പിരിച്ചുവിടാവുന്നു. ഈ തോന്നിവാസം വെച്ച് നടത്തുക. എന്നിട്ട് ഞങ്ങൾ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പൊള്ളുക. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പൊന്നോമന പൗത്രൻ ഹുസൈനാരി തങ്ങൾ മുത്തു റസൂലിന്റെ പൊൻവിതുമ്പ ചുണ്ടുകളിൽ നിന്ന് തുരുതുര ചുടുചുംബനം